എന്താണ് പി കെ പാറക്കടവിൻ്റെ പൊളിറ്റിക്സ്? ഞാൻ പറയാറുണ്ട്, ഐ എം എ പൊളിറ്റിക്കൽ റൈറ്റർ എന്ന്. ഭയമാകെ ഒരു വലിയ പുതപ്പായി വന്ന് മൂടിയ ഒരു ഘട്ടം. എല്ലാവരും അതുകൊണ്ട് തന്നെ പലരും നിശബ്ദരായി പോകുന്നു എന്നുള്ളത്. ഈ നിശബ്ദതയാണ് ഏറ്റവും വലിയ അപകടം എന്നുള്ളതാണ്. ഇപ്പോഴൊരു ഇന്ത്യൻ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. കാരണം എതിരഭിപ്രായം ചോദിക്കുന്നവൻ്റെ വീട് ബുൾഡോസർ വെച്ച് തകർക്കുന്ന ഒരു കാലത്തേക്ക് നമ്മൾ മാറിപ്പോയിരിക്കുന്നു. ഇരയും വേട്ടക്കാരനും ഉണ്ടാകുമ്പോഴേ ഇരയോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയം. പക്ഷേ ഏതാണ് ഇര എന്നുള്ളത് പോലും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരിതിലേക്ക് എത്തിപ്പോകുന്നുണ്ട്. മാധ്യമങ്ങളും വിചാരണ ചെയ്യപ്പെടണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കൊടുക്കുന്ന വാർത്തകളേക്കാൾ മൂടി വയ്ക്കുന്ന വാർത്തകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ഏകപക്ഷീയമായി കുന്തമുന ചിലരുടെ നേരെ മാത്രം തിരിച്ചുവിടുന്ന മാധ്യമങ്ങളുണ്ട്. ചർച്ചകളൊക്കെ നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും. ചിലത് അവർ തമസ്കരിക്കും, വലിയ പ്രശ്നങ്ങൾ തമസ്കരിക്കുകയും ചെറിയ പ്രശ്നങ്ങൾ ചർച്ചക്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ കുട്ടി ആയിരുന്ന എൻ്റെ അന്നത്തെ മനസ്സിൽ, അബോധ മനസ്സിൽ ആരോ എഴുതിയിട്ടുണ്ടാകണം, ചെറിയ കഥയാണ് വലിയ കഥ. എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരാളാണ്. ഭരണപക്ഷത്തോട് എപ്പോഴും കലഹിക്കേണ്ട ഒരാളാണ്. ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ പ്രത്യേകിച്ചും ഒരു എഴുത്തുകാരൻ കൂടുതൽ ഉത്തരവാദിത്വമോ ആ കാര്യത്തിൽ. വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി വാരാന്ത പതിപ്പിൽ സദ്യ എന്ന കഥ എഴുതിയപ്പോൾ മുണ്ടൂർ കൃഷ്ണൻകുട്ടി ആ കഥാകൃത്തിന് ഒരു കത്തെഴുതി. എന്തിന് മഹാഭാരതം? ഇതാണ് കഥ. കിട്ടിയ അവാർഡുകളേക്കാൾ ഏറ്റവും വലിയ പ്രശസ്തി പത്രമായിട്ട് ഇപ്പോഴും ആ വാക്യമാണ് ഈ എഴുത്തുകാരൻ സൂക്ഷിക്കുന്നത്. അതെ, നമ്മളോടൊപ്പം ഇരിക്കുന്നത് ആ എഴുത്തുകാരനാണ്, പി കെ പാറക്കടവ്. അസാധാരണമായ പ്രപഞ്ച സത്യങ്ങൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ സമുദ്രത്തെ ചിപ്പിയിലൊളിപ്പിക്കുന്ന മാന്ത്രികത പോലെ കഥ എഴുതുന്നത്. വാക്കുകളുടെ ധാരാളിത്തമില്ലാതെ നിശബ്ദമായ സംഗീതം അനുഭവിപ്പിക്കുന്നത് പോലെ അദ്ദേഹം ആ കഥ അനുഭവിപ്പിക്കുന്നു. കഥയാണോ കവിതയാണോ എഴുതുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം പറയാനാവില്ല. അതുകൊണ്ട് കഥയുടെയും കവിതയുടെയും ആത്മാംശത്തെ ചേർത്ത് നമുക്ക് കവിത എന്ന് വിളിക്കാം എന്ന് തോന്നുന്നു. സാറേ, സ്വാഗതം. സാറോട് ചോദിക്കാനുള്ളത്, നമ്മൾ ഒരു എഴുത്തുകാരൻ കൂടുതൽ ധ്യാനിക്കുന്നത് കൊണ്ടാണോ അതോ അതിവേഗം സാധ്യമാക്കുന്നത് കൊണ്ടാണോ ഈ ഒരു ചെറിയ ഭാഷാ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മൈക്രോ ഫിക്ഷൻ ആക്കിയിട്ട് അല്ലെങ്കിൽ ഇതിനെ മാറ്റുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ? ജോബിഷിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം, അതിവേഗം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമേറിയ ഒന്നാണ് ഇതിൻ്റെ രചന. ഉദാഹരണമായിട്ട് പണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ കഥകൾ ചോദിക്കുമായിരുന്നു. അപ്പോൾ 10 മിനിറ്റ്, 15 മിനിറ്റ് അതിന് സമയം ഒപ്പിച്ചിട്ട് പലപ്പോഴും എഴുതി കൊടുത്തിട്ടുണ്ട്, പല സ്ക്രിപ്റ്റും ഇതൊക്കെ. പക്ഷേ എൻ്റെ പുസ്തകത്തിലൊന്നും ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഈ ചെറിയ കഥകൾ വളരെയേറെ ചിലപ്പോൾ നിഷ്പ്രയാസം വരുന്ന ഒരു രൂപമല്ല, ഒരു രചന സമ്പ്രദായമല്ല ഈ മൈക്രോ ഫിക്ഷൻ എന്ന് പറയുന്ന ഞാൻ മിനൽ കഥ എന്ന് വിളിക്കുന്ന ഇത്. അത് മറ്റ് വലിയ രചന എഴുതുന്നതിനേക്കാൾ ഏറ്റവും പ്രയാസമുള്ള ഒരു സാഹിത്യ രൂപമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് ഈ കാലത്തിൻ്റെ ഒരു രൂപമായി മാറുകയാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പോഴും ഒരു കഥ വന്നു കഴിഞ്ഞാൽ എത്രയോ ദിവസങ്ങൾ മനസ്സിലിട്ട് നടന്ന് അവിടെ തന്നെ എഡിറ്റിങ് നടന്ന് അവിടെ തന്നെ വാക്കുകൾ മാറ്റി അതിൻ്റെ പല ഇതും ഉറങ്ങുമ്പോഴൊക്കെ ഉണർന്ന് അപ്പോഴൊക്കെ ഇതിൻ്റെ ഇത് തന്നെ മനസ്സിലുണ്ടാവും. അതിൻ്റെ ഭാഗങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞ് അവിടെ തന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ കൊടുത്ത് കടലാസിലേക്ക് വാർന്ന് വീഴുമ്പോൾ അതിൻ്റെ ഒരു അന്തിമ രൂപ ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തേക്കും. ചെറിയ 4 വരിയാണെങ്കിലും 6 വരിയാണെങ്കിലും ഒരാഴ്ചയോ ചിലപ്പോൾ 10 ദിവസമൊക്കെ എടുത്തു. കാണുന്ന ആളുകൾക്കാണ് ഇതൊരു പെട്ടെന്നുണ്ടായതാണ് എന്ന തോന്നലുണ്ടാകുന്നത്. പക്ഷെ ഒരു സൃഷ്ടികർമ്മം പോലെ ധൈര്യമുള്ള ഒരു കാലം കൊണ്ട് നടക്കുന്നുണ്ട്. ഒരിക്കൽ ടി പത്മനാഭൻ പറഞ്ഞിരുന്നു, ഇത് പി കെ പാറക്കടവിൻ്റെ ഈ രചന ഖലീൽ ജിബ്രാൻ്റെ കൃതി പോലെയാണ് എന്നും. അതുപോലെ നരേന്ദ്രപ്രസാദ് സാർ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇത് ഈ ചെറിയ കഥകളാണെങ്കിലും ഈ കൊച്ചു കഥകളെ വളരെ ഗൗരവമുള്ള ഒരു മാധ്യമമായിട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞു.
ചെറുതിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, അതായത് മറ്റെല്ലാ എഴുത്തുകാരും വലിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ ആഖ്യാനങ്ങളിലേക്ക് പോകുമ്പോൾ ചെറുതിൽ തന്നെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു മടുപ്പുണ്ടാവില്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മടുപ്പില്ല. കാരണം ഈ ചെറുതാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ എത്രയോ ധ്യാനിച്ച് എഴുതുന്ന ഒന്ന്. പിന്നെ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം സാഹിത്യ രൂപമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ടോ മലയാളികൾ ആദ്യകാലത്ത് ഒരു സ്പേസ് ഫില്ലറായിട്ട് കൊടുത്തു, പിന്നെ അതിനെ മിനിക്കഥ എന്ന് വിളിച്ചു. അതിൻ്റെ ഗൗരവം അങ്ങനെ ചോർന്നു പോയി. പക്ഷെ പിൽക്കാലത്ത് കുറെ കൂടി കഴിഞ്ഞപ്പോഴാണ് ഇതൊരു സാഹിത്യ രൂപമാണെന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും ഫ്ലാഷ് ഫിക്ഷൻ, മൈക്രോ ഫിക്ഷൻ, ഈ ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു സാഹിത്യ രൂപമുണ്ടെന്നും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം, അമേരിക്കയിൽ ലിഡിയ ഡേവിസ് എന്ന് പറയുന്നൊരു എഴുത്തുകാരിയുണ്ട്. 2013 മാൻ ബുക്കർ പ്രൈസ് ലിഡിയ ഡേവിസിനായിരുന്നു. അവരെഴുതുന്ന കഥ ഒരു വരി കഥയാണ്, ഏറി വന്നാൽ ഒരു പാരഗ്രാഫ്. മലയാളിയാണെങ്കിൽ നമ്മൾക്ക് വലിയ കാറ്, വലിയ വീട്, വലിയ ആട്, വലിയ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചെറുതിനെയും നമ്മൾ വലുതാവും. അതിൻ്റെ അന്തരാർത്ഥത്തെയോ അതിനെയെല്ലാം ഉൾക്കൊള്ളുന്നതിന് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചു പോകുന്നൊരു ശൈലിയാണ്. അതുകൊണ്ടായിരിക്കണം മലയാളികൾക്ക് പൊതുവെ ഇതെന്താണ് എന്നൊരു ആദ്യകാലങ്ങളിലുണ്ടായി. പക്ഷെ ഇപ്പോഴത് മാറി. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളിൽ വരുന്നു, ഈ ഇതിന് അവാർഡുകൾക്ക് പരിഗണിക്കുന്നു, വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു പോകുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. ഇങ്ങനെ എഴുതുന്ന ആളുകളും ഇങ്ങനെ ഒരു പരമ്പരയായി ഈ മൈക്രോ ഫിക്ഷൻ പുസ്തകങ്ങൾ പരമ്പരയായിട്ടൊക്കെ വരുമ്പോൾ ഇതിന്ന് അംഗീകരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ആലോചിക്കുകയായിരുന്നു, അങ്ങനെ കുറേ ഒരു ഹൈക്യു പോലത്തെ വരികളാണ്. ഉദാഹരണത്തിന്, ദൈവം എടുക്കുന്ന സെൽഫിയാണ് മിന്നലുകൾ എന്നും മരിച്ചവരുടെ സ്വപ്നമാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ ഒറ്റ ലൈനിൽ പൊട്ടിത്തെറിക്കുകയും അത് പിന്നീട് എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലത്തെ ഒരുപാട് കൃതികൾ ഇപ്പോൾ അംഗീകാരം കിട്ടി എന്ന് പറയുമ്പോഴും മലയാളത്തിൽ ഇങ്ങനെ സാർ വിശേഷിപ്പിക്കുന്ന മിന്നൽ കഥകൾ എന്ന് പറയുന്ന ഒരു രൂപത്തിന് ഒരു ജനപ്രിയമായ ഇത് മണ്ഡലത്തിൽ വലിയ പരിഗണനയുണ്ടെങ്കിലും ഒരു അക്കാഡമിക് മേഖലയിലൊക്കെ ആ നിലയിൽ പരിഗണനയായോ? അക്കാഡമിക് ഇത് കൂടുതൽ വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നേരാണ്. ഇപ്പോൾ എൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായ വേരുകളുടെ ചോരയിലൊരു കഥയുണ്ട്, പൂവ്. ചെടി പ്രപഞ്ചത്തോട് സ്നേഹം എന്ന് പറയുന്നതാണ് പൂവ്. ഇത്തരം രചനകൾ ഈ പുതിയ ജനറേഷൻ ഏറ്റെടുക്കുന്നുണ്ട്. അവരുടെ ഇൻസ്റ്റയിലൂടെ, ഫേസ്ബുക്കിലൂടെ, മറ്റു മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ധാരാളമായിട്ട് എനിക്കൊരിക്കലും പരിചയമില്ലാത്ത ഒരുപാട് പേരുടെ ഇതിൽ കാണുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് ഫ്ലാഷ് ഫിക്ഷൻ ഇത് കുറേ കൂടി അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കഥകളുടെ ഒരു വലിയ സമാഹാരം ഈ തൃഷ്ണ ബാസക് എന്ന് പറഞ്ഞ ബംഗാളിയിലെ ഒരു എഴുത്തുകാരി ഈ തിരഞ്ഞെടുത്ത എൻ്റെ കഥകൾ ബംഗാളിയിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അറബിയിൽ 2 ആഴ്ച മുമ്പ് അറബിയിൽ കുവൈത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. വിവിധ ഭാഷ, അതിനു മുമ്പേ തെലുങ്കിൽ വന്നു, തമിഴിൽ വന്നു. തമിഴിൽ പരിഭാഷപ്പെടുത്തിയത് ഇപ്പോൾ മരിച്ചുപോയ തോപ്പിൽ മുഹമ്മദ് മീരാനാണ്. അപ്പോൾ അങ്ങനെ വ്യാപകമായി വായിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞാലും മലയാളിയുടെ യാഥാസ്ഥിതിക മനോഭാവത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ഇപ്പോൾ ഒരു ഇതിനൊക്കെ പരിഗണിക്കുമ്പോഴിങ്ങനെ ഇത്ര വലുപ്പം വേണം, അതിൻ്റെ കണ്ടന്റിനേക്കാൾ കൂടുതൽ ഇതാണ് അവർ പരിഗണിക്കുന്നത് സാധാരണ ഇതിന്. ആ ഒരു മനോഭാവം പൂർണ്ണമായും മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിനെയും മറികടന്നുകൊണ്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനത് കേട്ടപ്പോഴാണ് ഇങ്ങനെ ആലോചിച്ചത്, മലയാളിയുടെ യാഥാസ്ഥ്യം എന്നൊക്കെ കേട്ടപ്പോൾ. അതായത് ഒരു പ്രാദേശികതയിൽ തുടങ്ങിയ ഒരു കാര്യമാണ് സാറിൻ്റെ എഴുത്ത്. അതായത് ഒരു നാട്ടനുഭവത്തിൽ ആ പ്രാദേശികതയിൽ നിന്ന് ഇന്ന് നമ്മുടെ ഭൂപടം കടന്ന് ഇത് പോയി കഴിഞ്ഞു. പല ഭാഷകളിൽ, അറബിയിൽ, ബംഗാളിയിൽ, തമിഴിൽ എന്നൊക്കെ പറയുന്നു. ഇത് സാറിൻ്റെ പാറക്കടവ് എന്ന് പറയുന്ന ഒരു ദേശത്ത് നിന്ന് സാർ ആദ്യം എഴുതിയ ഒരു കഥയുണ്ടായിരുന്നു, വിസ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പേരിൽ പിന്നീട് ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്ന് പങ്കുവെക്കാം. അത് നിങ്ങൾ പറഞ്ഞതുപോലെ പാറക്കടവ് അന്ന് വളരെ ഒരു കുഗ്രാമമായിരുന്നു എൻ്റെ പാറക്കടവ്. ഇപ്പോഴും കുറേ കൂടി വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അക്കാലത്ത്
ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫറൂഖ് കോളേജ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് വിസ എന്ന് പറയുന്ന കഥ എഴുതുന്നത്. വളരെ നിർദോഷമായൊരു കഥ, ഒരു 12 വരി കഥ, ചന്ദ്രകാഴ്ച പതിപ്പിലായിരുന്നു വന്നിരുന്നത്. അന്ന് ഒരു മുസ്ലിം അന്തരീക്ഷത്തിൽ എല്ലാവരും ഗൾഫിൽ പോകുന്ന ഒരു കാലം, 60കളുടെ അവസാനം 70കളുടെ തുടക്കമൊക്കെ, ഒരു വീട്ടിൽ നിന്നെങ്കിലും ഒരാൾ ഗൾഫിലുണ്ട്, അതിൻ്റെ തുടക്കമുള്ള ഒരു കാലം. അപ്പോഴേ ഞാൻ ഈ വിസ എന്ന് പറയുന്ന കഥയിൽ ഒരു മുസ്ലിം അന്തരീക്ഷത്തിൽ ഒരു വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുന്നതാണ് ഈ കഥയുടെ വിഷയം. മരിച്ച വീട്ടിൽ ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ട്, ഖുർആനിൻ്റെ സൂക്തങ്ങൾ ഉരുവിടുന്നുണ്ട്, ഈ പെർഫ്യൂമിൻ്റെ ഗന്ധമുണ്ട്, റോത്ത്മാൻസിൻ്റെ പുകച്ചുരുളുകളുണ്ട്, കള്ളിക്കുപ്പായമിട്ട കുറുവന്തേരിക്കാർ, കുറുവന്തേരി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊരു ഗ്രാമത്തിൻ്റെ പേര് ഞാൻ പരാമർശിച്ചില്ല, കള്ളിക്കുപ്പായമിട്ട കുറുവന്തേരിക്കാർ രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴും അവിടെ ഈ മയ്യത്ത് കട്ടിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്, അതിലാണ് മരിച്ച ആൾ കിടക്കുന്നത്. അപ്പോഴ് അവിടുന്ന് പോസ്റ്റ്മാൻ അച്യുതൻ, എൻ്റെ നാട്ടിലെ പോസ്റ്റ്മാൻ്റെ പേരും അത് തന്നെയായിരുന്നു, കടന്നു വരുന്നു. അപ്പോൾ കടന്നു വരുമ്പോൾ മയ്യത്ത് കട്ടിൽ നിന്ന് ഇയാൾ ചാടി എഴുന്നേറ്റിട്ട് എൻ്റെ വിസ വന്നോ എന്ന് ചോദിക്കുന്നു. ഇതായിരുന്നു കഥ, വളരെ നിർദോഷമായൊരു കഥ. പക്ഷെ ആ കഥ ഞാനൊരു സമുദായത്തെ അവഹേളിച്ചു, ഞാൻ ഒരു നാട്ടിനെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമായി. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ചിന്തിക്കുമ്പോൾ വളരെ തമാശ തോന്നുന്ന തരത്തിൽ ഒരു കഥയുടെ പേരിൽ ആദ്യമായിട്ട് അവിടെ ഒരു പ്രതിഷേധ യോഗം ചേർന്നു. ഒരു പ്രതിഷേധ യോഗം ചേർന്നു ഒരു കഥയുടെ പേരിൽ. അങ്ങനെ വലിയ ഇന്ന് അതിൽ പങ്കെടുത്തവരൊക്കെ എൻ്റെ ഏറ്റവും വലിയ ക്ലോസ് സുഹൃത്തുക്കളാണ്. അവർ തന്നെ എന്നെ ഖത്തറിലേക്ക് ക്ഷണിക്കുകയും അവിടെ ഒരു വലിയ യോഗത്തിൽ പങ്കെടുപ്പിക്കുകയും, ഞാൻ കൽപ്പറ്റ നാരായണൊക്കെ ഒന്നിച്ചാൽ പോയത് അതിൻ്റെ ഒരു ചേട്ടമൊക്കെ. പിൽക്കാലത്ത് എനിക്ക് പുരസ്കാരമൊക്കെ കിട്ടിയപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ എന്നെ ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നത്തെ സൽമാൻ റുഷ്ദി, പിൽക്കാലത്ത് ഒരാൾ പിന്നെ ഒരു വാരാന്ത പതിപ്പിലിരുന്നു, സൽമാൻ റുഷ്ദി കുറുവന്തേരി എന്നും പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പിന്നെ എൻ്റെ കൂടെയും കുറേ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉള്ളത് കൊണ്ട് വലിയൊരു പ്രശ്നമൊന്നും ആകാതെ അതങ്ങോട്ട് രാജിയായി. പക്ഷേ എൻ്റെ ആ കുട്ടി ആയിരുന്ന എൻ്റെ അന്നത്തെ മനസ്സിൽ, അബോധ മനസ്സിൽ ആരോ എഴുതിയിട്ടുണ്ടാകണം, ചെറിയ കഥയാണ് വലിയ കഥ. കാരണം ഒരു ചെറിയ കഥക്ക് ഒരു നാടിനെ ഇളക്കി മറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അബോധ മനസ്സിൽ അങ്ങനെ ഒന്ന് വന്നു, ചെറിയ കഥയാണ് വലിയ കഥ. അതുകൊണ്ടായിരിക്കണം ഞാൻ നിരന്തരമായി കുറുങ്കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എഴുതിയത് ഒരുപക്ഷെ ഞാനായിരിക്കും. ഇത് കേട്ടപ്പോഴാണ് ആദ്യ കഥ ഒരു പ്രതിഷേധത്തിലാണ് തുടങ്ങുന്നത്. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, മേതിൽ രാധാകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞിരുന്നു പാറക്കടവിൻ്റെ കഥ പ്രതികഥകളാണ് എന്ന്. അപ്പോൾ ആദ്യം തന്നെ പ്രതിഷേധത്തിൽ തുടങ്ങി. ഒരു സാഹിത്യകാരൻ എപ്പോഴും ഒരു അധികാരത്തിൻ്റെ, ഭരണകൂടത്തിൻ്റെ പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരാളാണ്. ഈ പ്രതികഥകൾ എന്ന മേതിലിൻ്റെ വാക്യത്തോട് എങ്ങനെയാണ് അത് മൊത്തം കഥകളുടെ ഒരു ഇത് വെച്ച് കാണുന്നത്? തീർച്ചയായും അതിൻ്റെ ഒരു വാക്കുകൂടി മേതിൽ അന്ന് എഴുതിയതിലുണ്ട് എനിക്ക് അയച്ചൊരു കത്തിൽ. നിൻ്റെ കഥകൾ മിനിക്കഥകളല്ല, പ്രതികഥകളാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ ചില കവിതയുടെ അംശങ്ങളുള്ളതൊക്കെ മേതിൽ പറയുന്നുണ്ട്. പിന്നെ ഇത് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരാളാണ്, ഭരണപക്ഷത്തോട് എപ്പോഴും കലഹിക്കേണ്ട ഒരാളാണ്. ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ പ്രത്യേകിച്ചും ഒരു എഴുത്തുകാരന് കൂടുതൽ ഉത്തരവാദിത്വമോ ഉണ്ട് ആ കാര്യത്തിൽ. ഇത് കേട്ടപ്പോഴാണ്, ഇത് തൊട്ട് മുന്നേ പറഞ്ഞു കുട്ടിക്കാലത്ത് എൻ്റെ മനസ്സിലങ്ങനെ ഈ കുട്ടിക്കാലം ഇപ്പോൾ പി കെ പാറക്കടവ് എന്നൊക്കെ ഉള്ളത് പിന്നെ തൂലിക എന്നാണ് അല്ലേ. കുട്ടിക്കാലത്ത് ഉമ്മ പറഞ്ഞ ഒരുപാട് കിസ്സകൾ, അതിലെ കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളോടാണ് മറ്റ് മനുഷ്യരോടുള്ളതിനേക്കാൾ കൂടുതൽ ആത്മബന്ധം എന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പൂനത്തിൽ കുഞ്ഞബ്ദുള്ളയൊക്കെ ഈ പഴയ ഉമ്മ ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുത്ത കഥകൾ, അന്ന് ആ വിത്തുകളാണ് പിന്നീട് വേരുപിടിച്ച് വൃക്ഷങ്ങളായിത്തീരുന്നത്. പക്ഷേ വൃക്ഷങ്ങൾക്ക് പകരം ചെടികളായി മാറുന്നതിലാണ് കൂടുതൽ ആ ചെടികൾ ഒരുപക്ഷെ ഏറ്റവും ആളുകൾ തലോടുന്ന ചെടികളാക്കി മാറ്റി എന്നതാണ്. അപ്പോൾ ആ ഒരു ഉമ്മ പറഞ്ഞ കഥകൾ, കിസ്സകൾ, ഒരുപാട് കഥകൾ കേട്ട് വളർന്നൊരു കുട്ടിക്കാലമായിരുന്നു. ഉദാഹരണമായിട്ട് ഒരു വലിയ തറവാട്ടിൽ വിശാലമായ തൊടിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ ഏകാന്തത ചവച്ചരച്ച് ജീവിച്ച ഒരു കുട്ടിയായിരുന്നു ഞാൻ. അന്ന് ചെടികളോട്, പൂക്കളോട്, പുഴയോടൊക്കെ സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. അന്ന് കേട്ട കഥകൾ, ഇപ്പോൾ ഞാൻ പറയുന്ന പൊന്നംകോട്ട തറവാട്ടിൻ്റെ ആ ഇതുമായി കേട്ട കഥകൾ ഞാൻ പറയുകയായിരുന്നു. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് അല്ല എന്നെ മാജിക്കൽ റിയലിസം എന്താണെന്ന് പഠിപ്പിച്ചത് ഞാൻ ചെറിയ അന്ന് കേട്ട കഥകളാണെന്ന്. അപ്പോൾ എൻ്റെ ഉപ്പയുടെ ഈ ഒരു കാരണവരുണ്ടായിരുന്നു. അപ്പോൾ അവർ
ഈ ബടാപ്പുറത്ത് ഇങ്ങനെ കിടക്കുമ്പോഴേ ഈ കാദിയാർ വന്ന് നോമ്പിന് വരുമായിരുന്നു. അപ്പോൾ ഇയാൾ ചോദിച്ചു, പിന്നെ ഈ ആലി മുസല്യാർ പിന്നെ പുലിപ്പുറത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞ നേരാണോ എന്ന്. അപ്പോൾ കാദിയാർ ഒന്ന് ചിരിച്ചു. ഉറക്കുറങ്ങിയപ്പോൾ ഇയാളുടെ കാലിൽ ഒരു പുലി വന്നിങ്ങനെ നഖം കൊണ്ട് തലോടുന്ന ഒരു കഥ. ഇതൊക്കെയാണ് എന്നെ ഈ എന്താണ് മാജിക്കൽ റിയലിസം എന്താണെന്ന് അക്കാലത്ത് ചെറുപ്പം തന്നെ അറിഞ്ഞത്. മാർക്കേസ് ആയിരുന്നില്ല. ഇങ്ങനെ കേട്ട ഒരുപാട് കഥകളുണ്ട്. ഈ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ മൺമറഞ്ഞു പോയ ആൾക്കാരുടെ മെതിയടി ശബ്ദങ്ങളാണ്. അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും വന്നിട്ടില്ല. അങ്ങനെ കേട്ട ഒരുപാട് കഥകൾ. അന്ന് പാറക്കടവിൽ സർവ്വസ്വതന്ത്രരായിട്ട് ഈ ഉന്മാദാവസ്ഥയിൽ ഭ്രാന്തൊക്കെ ആയിട്ട് നടക്കുന്ന മനുഷ്യർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു കഥാപാത്രങ്ങളായിരുന്നു. അവരുടെ ചില ചെറിയ ചെറിയ ഈ ചുക്രൻ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ചില കഥകളിലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ മിന്നൽ സ്പർശങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ്, അതായത് അവരുടെ സ്വാതന്ത്ര്യ ബോധമാണ് താങ്കളുടെ കഥകളിൽ പ്രവർത്തിച്ചതെന്ന് ഞാൻ പറയും. ഒപ്പം എനിക്ക് ഇപ്പോൾ സാർ പറഞ്ഞ മാർക്കേസിൻ്റെ കാര്യം പറഞ്ഞു. മാർക്കേസിനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, സാർ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഞാൻ എഴുതുമ്പോൾ ഗബ്രിയേൽ മാലാഗയാണ് എൻ്റെ കൂടെയുള്ളത്. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് വന്നാൽ പോലും ഞാൻ എൻ്റെ കഥയിൽ ഇടപെടാൻ സമ്മതിക്കില്ല. എൻ്റെ ആദ്യ കഥ ഒരു എഴുത്തുകാരനോ അങ്ങനെ ആർക്കും കൊടുക്കില്ല, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കോ. അത് അല്ലേ, ആദ്യ വായനക്കാരുമായിട്ടുള്ള ആ ഒരു ബന്ധമുണ്ട്. അതറിയുമ്പോഴാണ്, ആദ്യ വായനക്കാരിയിൽ നിന്ന് അറിയുമ്പോഴാണ് എൻ്റെ ആഹ്ലാദം. ഇങ്ങനെ ഒരു കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാകുന്നു? അതായത് ഒരാളിലേക്ക് പോലും അത് കൊടുക്കാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അഭിപ്രായം ആരായാതെ തൻ്റെ ഉള്ളിൽ ഒരു നല്ല എഡിറ്ററെ സൃഷ്ടിച്ചുകൊണ്ട്. തീർച്ചയായും നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിക്കുന്നത്. എനിക്ക് ഏറ്റവും നല്ല ബന്ധമുള്ള എഴുത്തുകാരായിരുന്നു ഒന്ന് ഒ വി വിജയനും പുനത്തൂർ കുഞ്ഞബ്ദുള്ളയും. വിജയനെ ഞാൻ ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ ഞാനൊരു വിജയൻ പക്ഷപാതിയാണ്. വിജയൻ പണ്ട് മുതൽ വിജയൻ്റെ ആളായിരുന്നു. ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികൾ അതിൽ വരികൾ ഹൃദയസ്ഥമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു. പിന്നെ ഞാൻ വിജയൻ ഈ സെക്കന്ദരാബാദിലുള്ളപ്പോൾ അയാളെ വീട്ടിൽ പോയിട്ട് ദിവസങ്ങളോളം നിന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. വിജയൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കത്തുകൾ അയച്ചിട്ടുണ്ട്. വിജയനും കുറേ ചെറിയ കഥകളുണ്ട്, ബാലബോധി. എന്നിട്ടും വിജയൻ എന്നോട് പറഞ്ഞത്, ഇതിൽ ഇങ്ങനെ തളച്ചിടരുത്, നീ അത് പിന്നെ അങ്ങനെ തന്നെ നിൽക്കരുത് എന്ന് വിജയൻ പറഞ്ഞു. പിന്നെ പുനത്തൂർ കുഞ്ഞബ്ദുള്ള എനിക്ക് കത്തെഴുതി, മിനിക്കഥ ഒരു കെണിയാണ്, അതിലകപ്പെട്ടു പോയാൽ വലിയ വിഷം. കുഞ്ഞബ്ദുള്ള എഴുതിയിട്ടുണ്ട്, കുഞ്ഞബ്ദുള്ളയുടെ മിനി. പക്ഷേ ഇത്രയേറെ ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന രണ്ടുപേരും പറഞ്ഞിട്ടും ഞാനത് അനുസരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത് പറഞ്ഞ പോലെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. രണ്ട് കാര്യമാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. ഒന്ന്, ഇതിങ്ങനെ എഴുതുകയാണെങ്കിൽ മുഖ്യധാരയിൽ ഇത് അംഗീകരിക്കപ്പെടില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും. രണ്ടാമതായി, പുരസ്കാരങ്ങൾക്കൊന്നും ഇത് അർഹമാവുകയില്ല. പക്ഷേ ഇതിനപ്പുറം എൻ്റെ പിന്നെ ഈ വേണ്ട ചില കാര്യങ്ങൾ വേണ്ടാന്ന് വിചാരിക്കുന്ന അത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിലും ഞാനിങ്ങനെ തന്നെ എഴുതിക്കൊണ്ടിരിക്കും. വലിയ മറ്റൊരു പണിത രാജവീതി വിട്ട് എൻ്റെ ചെറിയ ഇടവഴികളിലൂടെ, ഞാൻ ഉണ്ടാക്കുന്ന ഇടവഴികളിലൂടെ എനിക്ക് നടക്കാൻ പണ്ടേ ഒരു ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നീട് ഈ പറഞ്ഞതുപോലെ ഈ മുഖ്യധാരയിലെത്തി, ഈ സ്കൂളുകളിലും കോളേജുകളിലും പാഠപുസ്തകമായി വിവിധ ഭാഷകളിൽ വന്നു. അങ്ങനെയൊക്കെ ഉണ്ടായി തീർന്നപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് അന്നത്തെ കാലത്ത് ഒരു ഭ്രാന്തൻ കോൺഫിഡൻസ്, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്. മറ്റൊന്ന് അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ പുനത്തിലൊക്കെ അങ്ങനെ പറയാനുണ്ടായ കാരണം ഒരുപക്ഷെ ഇതൊരു അക്കാലത്ത് ഫലിത ബിന്ദുക്കളൊക്കെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാറിന്റെ ചില കഥകളൊക്കെ, ഇപ്പോൾ ശങ്കരൻ തെങ്ങിന്മേൽ കയറി 2 പെപ്സി, ഒരു 7up, 3 കൊക്കക്കോള താഴേക്ക് ഇട്ടു എന്ന് പറഞ്ഞ്, ഇതുപോലെ ഇങ്ങനെ കുറെ നർമ്മങ്ങൾ, അതായത് ഓക്സിജന്റെ ബില്ലുമായിട്ട് വരുന്ന ആള്, കണ്ണൂരിലെ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട്, അങ്ങനെ എത്രയോ കഥകൾക്കകത്ത് നർമ്മമാണ്. അപ്പോൾ ഈ ഒപ്പം തന്നെ നർമ്മത്തൊരു ഭാഗത്ത് കൊണ്ടുപോകും വളരെ ആത്മീയമായ ചില ദർശനങ്ങൾ വെക്കുന്നു. വേരും വൃക്ഷവും എന്ന് പറഞ്ഞിട്ടുള്ള കഥക്കകത്ത് ആ വേരെങ്ങനെയാണ് യഥാർത്ഥ കലാകാരനെ സൃഷ്ടിക്കുന്നത്, അതുപോലെ പ്രണയത്തിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞിട്ട് പ്രണയത്തെ ആവശ്യം, ഇങ്ങനെ വൈവിധ്യമുള്ള ആലോചനകളും നടത്തുന്നുണ്ട്. പക്ഷേ
അപ്പോഴും ഒക്കെ ഫലിത ബിന്ദുക്കൾ എന്ന ആരോപണം പോലെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഫലിത ബിന്ദുക്കൾ എന്നുള്ള ആരോപണം പോലെ ഫലിത ബിന്ദുക്കളല്ല ഇത് എന്നുള്ളത് എനിക്ക് തന്നെ നല്ല ബോധ്യം ഉണ്ടായിരുന്നു. കറുത്ത ഹാസ്യമായിരുന്നു ഞാൻ ഉപയോഗിച്ചത്. ഞാൻ ശങ്കരൻ എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ആദിശങ്കരൻ മുതൽ EMS ശങ്കരൻ നമ്പൂതിരിപ്പാട് വരെയുള്ളൊരു മനസ്സിൽ ഇത് എൻ്റെ മനസ്സിൽ വരും. പിന്നെ ഞാൻ സീത എന്ന് എഴുതുമ്പോൾ അതൊരു സാധാരണ സ്ത്രീയുടെ പേരല്ല, അതൊരു വലിയ ഇത് ആ ഒരൊറ്റ വാക്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എഴുതപ്പെട്ട കുറേ കഥകളുണ്ട്. അത് പിന്നെ ഇപ്പോൾ മുഹമ്മദ് പിന്നെ AK-47 നടക്കുന്ന എന്ന് പറയുമ്പോൾ ഈ താലിബാൻ്റെ ഇത് അതിനെ നിരാകരിക്കുന്ന ഒരു രൂപത്തിലുള്ള നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഇതെല്ലാം അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഹാസ്യം പറയുമ്പോൾ അതൊരു കറുത്ത ഹാസ്യമായിരുന്നു സാധാരണഗതിയിലുണ്ട്. അതേസമയം തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഒറ്റ നോട്ടത്തിൽ ഒരു പക്ഷേ ഇതൊരു ഫലിത ബിന്ദുവാണ്. ഫിലോസഫിക്കലായ കഥകളുണ്ട്, സ്ത്രീപക്ഷ രചനകളുണ്ട്, പരിസ്ഥിതി ഇഷ്ടം പോലെയുണ്ട്, എല്ലാ രീതിയിലുമുള്ള കഥകൾ ഇതിൽ വരുന്നുണ്ട്. സാറിൻ്റെ അതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് സാറിൻ്റെ എഴുത്ത് ഒരു ഗോഡ് ടോക്കായിട്ടാണ്, ഒരു ദൈവത്തിൻ്റെ സംസാരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സാറിൻ്റെ പല കഥകളിലും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നിരന്തരം കാണാം. ഇപ്പോൾ ദൈവം കളിക്കുന്ന ഒരു വീഡിയോ ഗെയിമിലെ കഥാപാത്രങ്ങളാണ് നമ്മൾ എന്നും. സാർ ഒരിക്കൽ പറഞ്ഞിരുന്നു, രാവിലെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ കണ്ണ് ഭൂമിയിലേക്ക് തുറന്നു വെക്കുന്നു, പക്ഷികൾ ഗുഡ് മോർണിംഗ് പറയുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ഭൂമിയിലെ എഴുത്തുകാർക്ക് നല്ല വാക്കുകൾ കൊണ്ട് കഥ എഴുതാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലെ നിന്ന് നല്ല വാക്കുകൾ അയച്ചു തരണമേ എന്ന് ദൈവത്തോട് പറയുന്നു. പിന്നെ ഒരു ഗോഡ് ടോക്കാണ് എഴുത്തുകാരൻ്റെ ഭാഷണങ്ങൾ, എഴുത്ത് എന്നൊക്കെ പറഞ്ഞു. സാർ എങ്ങനെയാണ് കാണുന്നത്? യഥാർത്ഥത്തിൽ അങ്ങനെ ഞാൻ ദൈവത്തെ കാണുന്നത്, ഇന്ന് നമ്മുടെ മതങ്ങളൊക്കെ നമ്മൾ പരമ്പരാഗതമായി വിശ്വസിക്കുന്നത് പോലെയുള്ള ഒരു ദൈവത്തെയല്ല, ഭയപ്പെടുത്തുന്ന ഒരു ദൈവത്തെയല്ല. ഞാൻ ദൈവത്തോട് സംസാരിക്കാറുണ്ട് പലപ്പോഴും. ഈ സൂഫിസത്തിൻ്റെ ആ ധാരയോട് എനിക്ക് ഇഷ്ടമുണ്ട്. കാരണം ഒരു വലിയ സൂഫി കവയിത്രി ഉണ്ടായിരുന്നു, നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്നത്. അവർ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ സ്വർഗം കണ്ട് മോഹിച്ചിട്ടോ നിൻ്റെ നരകം കണ്ട് പേടിച്ചിട്ടോ അല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. അന്ന് എത്രയോ നൂറ്റാണ്ട് മുമ്പ് പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് അതുകൊണ്ടല്ല എന്ന് പറയാൻ. അതുപോലെ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു ദൈവമല്ല എൻ്റെ മനസ്സിലുള്ളത്. നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു അനുഭൂതിയുടെ ആ ഒരു തരത്തിലുള്ള ദൈവത്തെ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ദൈവാനുഗ്രഹമായി തന്നെയാണ് ഞാൻ കാണുന്നത് ഈ വാക്കുകൾ. ഞാൻ പറയുന്നത് പോലെ തന്നെ ചില വാക്കുകൾ രാത്രി പിന്നെ എൻ്റെ മനസ്സിൽ ഉറക്കം കിട്ടാതെ നിൽക്കുമ്പോൾ ഒരു വാക്ക് തരുന്ന ദൈവം അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ആ ഒരു ദൈവത്തെ ഞാൻ പലപ്പോഴും എൻ്റെ ധാരാളം കഥകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അപ്പോഴാണ് എഴുത്തുകാരൻ ഒരു പ്രവാചകത്വമുള്ള ആളാണെന്ന് നമ്മൾ പറയാം. അപ്പോൾ സാറിൻ്റെ പല കൃതികളും, സാറിന് അത് മാത്രമല്ല ലോകത്തെ പല എഴുത്തുകാരുടെയും പിൽക്കാലത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളെയും മുൻകൂട്ടി കാണാൻ നമ്മൾ ക്രാന്തദർശി എന്നൊക്കെ എഴുത്തുകാരെ കുറിച്ച് പറയുക അല്ലെ, ഭാവിയെ മുൻകൂട്ടി കാണാനുള്ള ഈ ക്രാന്തദർശിത്വം അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് സാറിന്റെ പല കഥകളും പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ്. ആ പ്രവാചകത്വത്തെ കുറിച്ച് പറയും. അത് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ മൗനത്തിൻ്റെ നിലവിളി എഴുതുന്നത് ഷെൽവി ഉള്ളപ്പോൾ 1993 ഒരു വർഷങ്ങൾക്ക് മുമ്പ്. അതിനു മുമ്പാണ് ഞാൻ വരദാനം എന്ന് പറയുന്നൊരു കഥ എഴുതുന്നത്. പുസ്തകമായി വരാൻ പിന്നെ എടുത്തു. അപ്പോഴേ എനിക്ക് തോന്നുന്നത് ഒരു 3 പതിറ്റാണ്ട് മുമ്പ്. ആ കഥ ഇങ്ങനെയാണ്: ഒരു വരദാനം, ഒരു കാലടി ഒച്ച, പിന്നെ ഒരു അലർച്ച പോലെ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം. വാതിൽപ്പാളി തുറന്നു നോക്കിയപ്പോൾ അയാൾ തന്നെ കടലാസ് നീട്ടി അയാൾ പറഞ്ഞു, നിങ്ങൾ ശ്വസിച്ച വായുവിൻ്റെ ബില്ല്. ഇത് ഞാൻ എഴുതുമ്പോൾ ഓക്സിജൻ ക്ഷാമം ഉണ്ടാവും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഡൽഹിയിൽ ഓക്സിജൻ പാർലറുകൾ തുടങ്ങിയിരുന്നില്ല. പിന്നീട് കോവിഡ് വന്നപ്പോൾ ഓക്സിജൻ ഈ സിലിണ്ടറുകൾ ഇതിന് വേണ്ടിയുള്ള പിന്നെ ഇത് തീർന്നു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ ഒരു എങ്ങനെയോ കഥയിൽ വീണ്ടും കഥയിൽ ഇത് യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് വരികയാണ്. ഞാൻ തന്നെ പറയാറുണ്ട്, ദൈവമേ ഇത് ഇങ്ങനെ എൻ്റെ കഥ അതേപോലെ തന്നെ വരരുതേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു തരത്തിലുള്ള ഒരു കഥയാണിത്. കാരണം നമ്മൾ ശ്വസിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മൾ വെള്ളം വില കൊടുത്ത് വാങ്ങി കുടിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആളുകൾ പരിഹസിച്ചിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ വായുവും വില കൊടുത്ത് വാങ്ങേണ്ട ഒരു കാലം വരും എന്ന്
ഒരു 3 പതിറ്റാണ്ട് മുമ്പ് എഴുതിയതാ. അത് എനിക്ക് തോന്നുന്ന ഒരു പ്രവചനം പോലെ പിന്നീട് അങ്ങനെ മാത്രമല്ല പല കഥകളും ഡൽഹി എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് രാഷ്ട്രീയം കൂടി പറയേണ്ടതുണ്ട്. കാരണം സാർ 2016 കേന്ദ്ര സാഹിത്യ അക്കാദമി കൗൺസിലിൽ നിന്ന് രാജിവെക്കുന്നത് കൽബുർഗിയുടെയും ഗൗരി ലങ്കേഷിൻ്റെയും ഒക്കെ എഴുത്തുകാരും ഇത്തരം ആളുകളും ഒക്കെ കൊല്ലപ്പെട്ടതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിലാണ്. എന്താണ് PK പാറക്കടവിൻ്റെ പൊളിറ്റിക്സ്? ഞാൻ പറയാറുണ്ട് ഐ ആം എ പൊളിറ്റിക്കൽ റൈറ്റർ എന്ന്. ഞാൻ ഒരു രാഷ്ട്രീയ എഴുത്തുകാരനാണെന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു രാഷ്ട്രീയം എഴുത്തുകാരന് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സാർ ഭാഷാഭൂഷൺ ലാസ്റ്റ് ഒരു കഥ എഴുതിയത് ഇടതും വലതും. ഇപ്പോൾ ആ കഥയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാ ശരിക്കും നോക്കാം, കണ്ണാടിയിൽ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഇടത് വലതായിട്ടും വലത് ഇടതുമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴും കേരളത്തിലും നമ്മുടെ നാട്ടിലൊക്കെ ഏതാണ് വലത് ഏതാണ് ഇടത് എന്ന് തിരിയാത്ത അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സൂക്ഷ്മമായ രാഷ്ട്രീയം ഉള്ളിലില്ലെങ്കിൽ ഒരു എഴുത്തുകാരന് വലിയ അപകടത്തിൽ ചെന്ന് ചാടും, പ്രത്യേകിച്ച് ഇക്കാലത്ത്. കാരണം ഇരയും വേട്ടക്കാരനും ഉണ്ടാവുമ്പോഴേ ഇരയോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയം, പക്ഷേ ഏതാണ് ഇര എന്നുള്ളത് പോലും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരിതിലേക്ക് എത്തിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ മർദ്ദകനും മർദ്ദിതനും ഉണ്ടാകുമ്പോൾ മർദ്ദകൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് എഴുത്തുകാരന് വേണം ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് സാർ ഒരിക്കൽ പറഞ്ഞിരുന്നത്, അതായത് സാധാരണ ദന്തഗോപുരവാസികൾ പറയുന്ന അതിനകത്തല്ല ഞാൻ എഴുത്തുകാരന് ചുറ്റും പ്രകാശവലയമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ ദൈന്യതയുള്ള അല്ലെങ്കിൽ അനീതി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അത് വിളിച്ചു പറയേണ്ട ഒരാളാണ്. ഇതിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ എഴുത്തുകാരന് രാഷ്ട്രീയം വേണം എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിനും രാഷ്ട്രീയം ഉണ്ട് എന്ന് വെളിവായതുപോലെ സമീപകാലത്ത് ആദ്യമായിട്ട് 54 നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നിർത്തിവെക്കുകയാണ്. അത് ആരുടെയൊക്കെയോ ലിസ്റ്റ് എന്ന് പറഞ്ഞ് സാറ് ലേഖനം തന്നെ എഴുതിയിരുന്നു. എന്താണ് അങ്ങനെ, അതായത് നമ്മുടെ സ്വതന്ത്ര സ്ഥാപനങ്ങളെ ഇങ്ങനെ എഴുത്തിൻ്റെയൊക്കെ പേരിൽ പുരസ്കരിക്കപ്പെടുന്ന സ്ഥാപനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റുവിയൻ ഭാവനയിൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. പക്ഷെ അന്ന് തന്നെ പദവിയായിരുന്നു. അന്ന് നെഹ്റു പറഞ്ഞു പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തേക്കാൾ വലുതാണ്, അതൊരിക്കലും ഒരു എഴുത്തുകാരനായ നെഹ്റുവിനെ നിയന്ത്രിക്കുന്നിടത്ത് എത്തില്ല എന്ന്. നെഹ്റുവിന്റെ കാലം മുഴുവൻ അങ്ങനെയായിരുന്നു, അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു. നെഹ്റു ഏതോ ഒരു ഇവിടെ അശ്ലീലമാണ് എന്ന് പറഞ്ഞ ഒരു ലിറ്ററേച്ചറിനെ ഓർമ്മിക്കുന്നുണ്ടാവും. പിന്നെ അതെ, എന്നിട്ട് അത് നെഹ്റു അപ്പടി തള്ളിക്കളിയാണ്. കാരണം ഈ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനോടൊപ്പം നിന്ന ഒരാളാണ്. കാരണം നെഹ്റുവിന് വലിയ വീക്ഷണമുള്ള ജനാധിപത്യ കവിത മേശമേൽ എഴുതി വെച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളും ദൈനംദിന ഇത് ചെയ്യുന്ന ഒരു വലിയ എഴുത്തുകാരൻ കൂടിയായിരുന്നു നെഹ്റു. ആ കാലം പിന്നിട്ട് 2016 ആ ഒരു കാലത്ത് 2016 കൽബുർഗി മുതൽ ഗൗരി ലങ്കേഷ് കൊല്ലപ്പെടുന്നത്. അവര് കൊല്ലപ്പെടുമ്പോൾ ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിസ്സംഗത, കേന്ദ്ര ഭരണകൂടത്തിൻ്റെ മൗനം, ഇതൊക്കെ പ്രതിഷേധിച്ച് ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി സ്ഥാനം രാജിവെച്ചിരുന്നു. കേരളത്തിൽ നിന്ന് ആകെ 2-3 പേര് മാത്രമേ പ്രതിനിധികൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ മാത്രമല്ല, സച്ചിദാനന്ദ ഇംഗ്ലീഷിൻ്റെ പ്രതിനിധിയായിരുന്നു. സാറാ ജോസഫ് അവർക്ക് കിട്ടിയ പുരസ്കാരം തിരിച്ചു കൊടുത്തു. അത് പഞ്ചാബിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളും പടർന്നൊരു വലിയ മൂവ്മെൻ്റായി മാറിയിരുന്നു. എന്നിട്ട് ഇതിനെക്കുറിച്ച് പറയേണ്ടി വന്നു അവർക്ക്. അങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ് നടന്നിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ എഴുത്തുകാർ പോലും ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒന്നാണ്. കാരണം ഇത്രയും ഒരു വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു അക്കാദമിയിൽ പിന്നെ അവർ തീരുമാനിച്ച പുരസ്കാരം കൊടുക്കരുത്, അത് പാടില്ല, നിർത്തിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രതിഷേധം പോലും ഉയരുന്നില്ല എന്നുള്ളത് ഏതായാലും ഖേദകരമാണ്. അത് പറഞ്ഞപ്പോഴാണ്, അതായത് സാറിൻ്റെ തന്നെ ചിറകുകൾ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മിക്കാൻ പറ്റിയത്. അത് തത്തക്കൂട് പോലെ തന്നെ മനുഷ്യക്കൂടുണ്ട് എന്നും അതിന് പാലും പഴവും നൽകി നമ്മുടെ അതിനെ വളർത്തുന്നത് പോലെയാണ് മനുഷ്യരെ. ആ കൂട്ടിനകത്തല്ല എന്റെ സ്ഥാനമെന്നും അത് പുറത്തേക്ക് പറന്ന് ചിറകുകൾ ഉള്ള ഒരാളാണ്. ഇപ്പോഴും ചിറകടിക്കുന്നേ ഇല്ല എന്നുള്ളതാ. ആ പക്ഷികള് നമ്മുടെ കൂട്ടിൽ നിന്ന് ചിറകടിക്കുന്നേ, പുറത്തു പോകുന്ന ആഗ്രഹം പോയിട്ട് ചിറകടിക്കുന്നേ ഇല്ല എന്നുള്ള വലിയൊരു ദുരന്താണ്. കാരണം
അതുപോലെ തന്നെയാണ് സാർ ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ സൂചിപ്പിച്ച സാർ തന്നെ എഴുതിയിരുന്നു. ഇപ്പോൾ ഷാറൂഖ് ഖാൻ എന്ന് പറയുന്ന നടനെതിരായി വന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം AR റഹ്മാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് എന്നെ ആരും വിളിക്കുന്നില്ല. ഇപ്പം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ, ദളിതുകൾ ഒക്കെ പല നിലയിൽ അവരുടെ ആവിഷ്കരണത്തിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഇത് അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണോ? തീർച്ചയായും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊരു ഇന്ത്യൻ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. കാരണം എതിരഭിപ്രായം ചോദിക്കുന്നവൻ്റെ വീട് ബുൾഡോസർ വെച്ച് തകർക്കുന്ന ഒരു കാലത്തേക്ക് നമ്മൾ മാറിപ്പോയിരിക്കുന്നു. പിന്നെ എതിരഭിപ്രായം, ഭയം ഒരു നിശാവസ്ത്രം പോലെ വന്ന് നമ്മളെ മൂടിയിരിക്കുന്നു. മാധവിക്കുട്ടീൻ്റെ ഇല്ല ഭയം എൻ്റെ നിശാവസ്ത്രം എന്ന് പറഞ്ഞാൽ, അതുപോലെ ഭയമാകെ ഒരു വലിയ പുതപ്പായി വന്ന് മൂടിയ ഒരു ഘട്ടം. എല്ലാവരും അതുകൊണ്ട് തന്നെ പലരും നിശബ്ദരായി പോകുന്നു എന്നുള്ളത്. ഈ നിശബ്ദതയാണ് ഏറ്റവും വലിയ അപകടം എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോഴാണ്, അതായത് സാറിപ്പോൾ എഡിറ്ററായിരുന്നു നേരത്തെ. ഒരു എഴുത്തുകാരനും എഡിറ്ററും എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന, അതായത് ഒരുപാട് ഇപ്പോൾ മാധ്യമം എന്ന് പറയുന്ന ഒരു വീക്കിലിയുടെ ഇപ്പോൾ സമീപകാലത്ത് ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രമാണ് ഭാവന ചെയ്യുന്നത് എന്ന് പറഞ്ഞ വലിയ വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ PK പാറക്കടവ് ഇങ്ങനെ ചിറകുകൾ കഥ എഴുതുന്നു, സ്വാതന്ത്ര്യമാണ് എഴുത്തുക എന്നൊക്കെ പറയുമ്പോൾ തിരിഞ്ഞ ആ ഭൂതകാലത്തിലേക്ക് നോക്കിയാൽ ഒരു ഇതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ വിമർശിക്കപ്പെടുന്ന മാധ്യമം എന്ന് പറയുന്ന ആ വാരിക എനിക്കറിയില്ല എങ്ങനെയാണ് ആ പദവിയും ഈ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തെയും ചേർത്ത് വെച്ച് ദീർഘകാലം പ്രവർത്തിച്ചത്? എന്നെ പീരിയോഡിക്കൽ എഡിറ്ററായിട്ട് അവർ നിയമിച്ചപ്പോൾ, പിരിഞ്ഞതിന് ശേഷമാണ് ഇവിടെ തന്നെ തുടരണമെന്ന് പറഞ്ഞിട്ട്, അന്ന് എൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു അബ്ദുറഹ്മാനോട് ഞാനൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഇത്ര പണം കിട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഒന്ന്, എനിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്നായിരുന്നു. അതിനവർ പരിപൂർണമായി അംഗീകരിച്ചു. എന്നോട് പറഞ്ഞു, നീ പറയുന്ന ഈ നിബന്ധന അംഗീകരിക്കുന്നു എന്ന് മാനേജ്മെൻറ്റ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അവർ രചനയുടെ കാര്യത്തിലോ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലോ പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരുന്നു. അതുകൊണ്ട് തന്നെ KR മീര മുതൽ TD രാമകൃഷ്ണൻ മികച്ച നോവലുകൾ, മികച്ച രചനകൾ ഒക്കെ അതിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ എതിരഭിപ്രായങ്ങൾക്ക് പോലും ഇടം കൊടുത്തിട്ടുണ്ട്, സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഇടപെടലും മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാകുന്ന, നമ്മളിപ്പോൾ സ്വതന്ത്രമാണെന്ന് ധരിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകുന്ന മാനേജ്മെൻറ്റിൻ്റെ ഇടപെടലുകൾ പോലും തീരെ ഉണ്ടായിട്ടില്ലാത്തൊരിതായിരുന്നു എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് മികച്ച രചനകൾ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ KR മീര പറഞ്ഞത് കേട്ടിരുന്നു, എന്നെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിച്ചതാണ് ആരാച്ചാർന്നൊക്കെ അല്ലേ? ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയമൊക്കെ അതിനകത്തുനിന്ന്. അതെ, തീർച്ചയായും. കാരണം ആരാച്ചാറിലൊരു 6 അധ്യായം അവർ വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, ഇതൊരു മികച്ച നോവലാണ് മലയാളത്തിലെ എന്ന് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ. ഇപ്പോഴും അവരെഴുതുന്ന കലാച്ചിയും ഞാൻ പിന്നെ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് വായിക്കാൻ തന്നിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അങ്ങനെ പത്രാധിപർ കണ്ടെടുത്ത പ്രതിഭകൾ എന്നാലോചിച്ചാൽ അങ്ങനെ ഓർമ്മിക്കാൻ ഇങ്ങനെ പത്രാധിപരുടെ നിർബന്ധം കൊണ്ട് എഴുതപ്പെട്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ, പക്ഷേ നല്ല രചനകൾ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാനില്ലെങ്കിലും അത് വന്നേക്കും. പിന്നെ പക്ഷേ എങ്കിൽ പോലും അത് ഒരു നിമിത്തമായി എന്നുള്ള വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇതിപ്പോൾ പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം, അതായത് ഇപ്പം ഒരു എഡിറ്ററും കൂടി ആയതുകൊണ്ട് പറയുകയാണ്, നമുക്ക് 1-ാം ലോകത്തു നിന്നുള്ള വാർത്തകൾ ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3-ാം ലോകത്തു നിന്നുള്ള വാർത്തകൾ പലതും കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ സാർ ഇപ്പോൾ ഗാസ ഇതുമായി ബന്ധപ്പെട്ട് പേരുകൾ ഉച്ചരിച്ച് അതിനോട് ചേർന്ന് നയിക്കതാരുടെയും ഒക്കെ, അതായത് എഴുത്തുകാരൻ്റെ ഒരു ധാർമ്മികത, നീതിബോധം, അതായത് ഒരു സാർവദേശീയമായി വേദനകളോട് ഐക്യപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഈ നിലയിലുള്ള എന്താ പറയുക, അനീതികളൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയുണ്ടാവും. ഞാൻ ഒരു ശുഭാപ്തി വിശ്വാസിയാണ്. എന്നല്ലെങ്കിൽ നാളെ ഒരു നല്ല ലോകം വരും എന്ന് തന്നെ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ മാധ്യമങ്ങളും വിചാരണ ചെയ്യപ്പെടണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കൊടുക്കുന്ന വാർത്തകളേക്കാൾ മൂടി വയ്ക്കുന്ന വാർത്തകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ഏകപക്ഷീയമായി കുന്തമുന ചിലരുടെ നേരെ മാത്രം തിരിച്ചുവിടുന്ന മാധ്യമങ്ങളുണ്ട്. ചർച്ചകളൊക്കെ നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും, ചിലത് അവർ തമസ്കരിക്കും, വലിയ പ്രശ്നങ്ങൾ തമസ്കരിക്കുകയും ചെറിയ പ്രശ്നങ്ങൾ ചർച്ചക്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത്, വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിശകലനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ യഥാർത്ഥത്തിൽ ആദരിക്കപ്പെടേണ്ടവർ തന്നെയാണോ നമ്മുടെ രാജ്യത്ത് ആദരിക്കപ്പെടുന്നത്? ഇപ്പോൾ പല പുരസ്കാരങ്ങളും രാജ്യത്ത് വന്നു, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, അങ്ങനെ പത്മ പുരസ്കാരങ്ങളൊക്കെ വന്നു.
അങ്ങനെ മാധ്യമങ്ങൾക്കകത്ത് അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് ഭയങ്കര രസകരമായി തോന്നുന്നത് ഈ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെയും പോലും ആദരിക്കാൻ മാത്രം സന്മനസ് കാണിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം അതേസമയം തന്നെ വലിയ ആദരണീയരായ വ്യക്തികൾക്ക് ഈ പുരസ്കാരം കിട്ടുന്നുണ്ട്. പക്ഷെ ജനം ഇതിന് അർഹരാണോ എന്ന് തീരുമാനിക്കുന്ന ചിലർക്കും ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ സാറിൻ്റെ ഒരു കഥയിൽ തന്നെ മറ്റൊരു കാര്യം, അതായത് കൊല്ലപ്പെട്ടവൻ മാറി നിൽക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഓടിപ്പോകാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കഥ. ഇങ്ങനത്തെ ഒരുപാട് പൊളിറ്റിക്കൽ കഥകൾ എഴുതുന്നുണ്ട്. അപ്പൊ തന്നെ വേറൊരാൾ, അതായത് സാറ് അല്ലെങ്കിൽ സാറ് പറയുന്ന, അതായത് തൻ്റെ കഥകളെക്കുറിച്ച് ഇത്തരം പല രാഷ്ട്രീയ വിമർശനങ്ങളും അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കഥയിൽ സാർ ഇങ്ങനെ എഴുതുന്നുണ്ട്. അതായത് എഴുത്തുകാരൻ്റെ പേന തിളച്ച് മറഞ്ഞ് അത് സ്ഫോടനമായി മാറി കഥാകൃത്ത് ആശുപത്രിയിലായി എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്ര വേദന ഇതൊക്കെ ചേർന്ന, അതായത് ഈ രാഷ്ട്രീയ ഭൂപടങ്ങളെയും അനീതികളെയും അതിനകത്തുള്ള പ്രശ്നങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് എഴുതുന്ന ഒരാൾക്ക് മാത്രം ഉണ്ടാവുന്ന വേദന, ഒരു പെയിൻഫുള്ളായ ഒരു അനുഭവമായിരിക്കും എഴുത്ത്. അപ്പം എങ്ങനെയാണ് അതിനോട് കാണുന്നത്? അത്രമാത്രം, അതായത് ബഷീറൊക്കെ പറയുന്ന പോലെ നമ്മൾ ചോര പൊടിയുന്നുണ്ടോ ശരിക്കും? തീർച്ചയായും. ഞാൻ എൻ്റെ വേരുകളുടെ ചോരയിൽ നിങ്ങൾ പറഞ്ഞത് അവസാന കഥ വരുന്നുണ്ട്, സ്ഫോടനം. കഥ എഴുതുമ്പോൾ പേനയുടെ മഷി തിളച്ച് മറിഞ്ഞ് പൊട്ടിത്തെറിച്ച് കഥാകൃത്ത് ആശുപത്രിയിലായി. ഈ നമ്മൾ ഉള്ളു വെന്ത് നൊന്ത് എഴുതുമ്പോഴാണ് അത് ഒരു നല്ല രചനയായി മാറുന്നത്. സ്വയം നമ്മൾ നീറി എഴുതുന്ന ഒന്ന്, നമ്മൾ വെന്തെഴുതുന്ന ഒന്ന്, നൊന്തെഴുതുന്ന ഒന്ന്, അതാണ് കഥയായി മാറുന്നത്. പക്ഷേ അതുകൊണ്ട് ഞാനെപ്പോഴും പറയാറുണ്ട്, ജീവിതം നമ്മുടെ കഥയിലുണ്ടാവുമ്പോൾ ആണ് അതൊരു നല്ല രചനയായി മാറുന്നത്. അതുകൊണ്ടാണ് സുഹൃത്ത് ചോദിക്കുമ്പോൾ ഈ ഇത്തിരി വരികളിൽ എന്ത് കഥയാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പൊട്ടിച്ചു നോക്കൂ എന്ന് പറയുന്നത്. അതിൽ നിന്ന് തെറിച്ചു വീണത് ജീവിതം. അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ഗിമ്മിക്സ് കൊണ്ടൊന്നും അല്ലെങ്കിൽ ഈ രൂപപരമായ പരീക്ഷണം മാത്രം കൊണ്ടൊന്നും ഒരു നല്ല രചന ഉണ്ടാവില്ല. ഈ പറഞ്ഞത് പോലെ സാർ ഇങ്ങനെ എഴുതുമ്പോഴൊക്കെ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വേറെ നിലയിൽ വലിയ ഭാവനകളോട് ചേർന്ന് എഴുതുന്നുണ്ട്, അല്ലാതെ നമ്മുടെ സമൂഹത്തിലുള്ള ചുറ്റുപാടുകളോട് ചേർന്ന് എഴുതുന്നുണ്ട്. എന്നെങ്കിലും ഒരു എഴുത്തിൻ്റെ പേരിൽ ഭരണകൂടമോ മറ്റേത് അധികാരമോ സംഘടനയോ അങ്ങനെ എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ഇടപെട്ടാൽ ഞാനത് അനുസരിക്കണം എന്നില്ല, ഇടപെട്ടിട്ടില്ല ഇക്കാലം വരെ. പക്ഷേ ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ ആധാർ എന്ന് പറയുന്ന കഥ ഒരു സ്ഥലത്ത് വായിച്ചപ്പോൾ ഒരു വായനക്കാരനെ വിളിച്ചുകൊണ്ട് പോയി ചോദിച്ചു, അത് ഇപ്പോഴും പറയേണ്ടതുണ്ടോ ഇങ്ങനെയൊക്കെ എന്നുള്ളത്. കാരണം ഒരു ഭിക്ഷക്കാരനോട് ഇതാണ് കഥ. ഈ വായിക്കാമോ? ഒരു കഥയാണ് വായിച്ചു തരാം. പാതയോരത്തെ കുനിഞ്ഞിരിക്കുന്ന ഭിക്ഷക്കാരൻ്റെ മുന്നിൽ നിന്ന് പട്ടാള വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ തോക്കുകൾ ചോദിച്ചു, ഭിക്ഷാപാത്രം ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ? അതായിരുന്നു കഥ. അതെ, ആ ഒരു കഥ, അങ്ങനെയുള്ള കഥ എഴുതണോ എന്നുള്ള ചോദ്യം ചിലരെങ്കിലും ചോദിക്കാറുണ്ട്. പക്ഷെ വായനക്കാരത് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നുണ്ട് ആ കഥകൾ എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ ഒരു ഇന്ത്യൻ അവസ്ഥ, നമ്മുടെ ഏത് എഴുത്തുകാരനാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുമായി ഇടപഴകുന്നതാണ്, റേഷൻ പോയി വാങ്ങുന്നവരാണ്, എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജനങ്ങളോടൊപ്പം ജീവിക്കുന്നവരാണ്. വേറെ ഒരു ഗ്രഹത്തു നിന്ന് വന്ന് ഇത് തീർന്ന ഒരു സാങ്കല്പികമായൊരു ലോകമൊന്നും ഉള്ള അത് പറഞ്ഞവരാണല്ല. സാർ എഴുതുന്നത് മലയാള മൊഴികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷേ ഇന്ന് ആ മൊഴികളിൽ അടയാളപ്പെടുത്തപ്പെട്ടത് ലോകത്തെ മുഴുവൻ വ്യത്യസ്തമായ ഭാഷകളിലേക്ക് അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അത് മനുഷ്യൻ തന്നെയാണ് കേന്ദ്രം, അവൻ്റെ വേദനകൾ തന്നെയാണ്, അവൻ്റെ സ്വപ്നങ്ങൾ തന്നെയാണ് കേന്ദ്രം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോകം മുഴുവൻ പടരുന്നുണ്ട് ഒരേ സമയം മൊഴികൾ, അതേസമയം പല വേദനകൾ അനുഭവിക്കുന്നുണ്ട്. വേദന അനുഭവിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യാശയുടെയും ഇതിനെ എങ്ങനെയാ കാണുന്നത്? ഞാൻ പറയാറുണ്ട്, കഥകളിൽ ഈ കാച്ചെണ്ണയുടെ മണവും
പിന്നെ കാർകൂന്തളിൻ്റെ ഇതൊന്നുമില്ല, വർണ്ണനയൊന്നുമില്ല. അത് ലോകത്തെവിടെയുള്ള മനുഷ്യരുള്ള അവസ്ഥയായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ടായിരിക്കും ഇത് പല ഭാഷകളിലേക്കും പോകുന്നത്. അവർക്ക് കൂടി ഇത് വായിച്ച് ആസ്വദിക്കാൻ പറ്റുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഈ വേദനകളും ഈ പങ്കപ്പാടും ദുഃഖമൊക്കെ ഉള്ളിലുള്ള ഒന്ന് തന്നെയാണ്. കാരണം ഇന്ന് പ്രത്യേകിച്ച് ഈ ലോകം പ്രത്യേകിച്ച് ഒരു വലിയ പിന്നെ എന്താണ് ഒരു സമഗ്രാധിപതിയും കോമാളിയും ഒക്കെ ഒരാളായി തന്നെ തീർന്ന ഒരവസ്ഥയിൽ ലോകം ഭരിക്കുന്നത് ലോക പോലീസ് തന്നെ ഒരു ഭാഗത്ത് ഈ സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് എനിക്ക് കിട്ടണമെന്ന് പറയുന്ന ഒരു കോമാളിയായി മാറുന്നു. അതേസമയം തന്നെ ഈ ഞാൻ ഗ്രീൻലാൻഡ് പിടിച്ചടക്കും എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു ലോകം, അതിൻ്റെ വേറൊരു പതിപ്പായി ഇന്ത്യ. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരു അനുഭവിക്കുന്ന ഈ ഒന്ന് തന്നെയാണ് സമഗ്രാധിപത്യത്തിനെതിരായി ഈ ഞെരുക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ. എന്തായാലും മേതിൽ പറഞ്ഞതുപോലെ PK പാറക്കടവിൻ്റേത് പ്രതികഥകളാണ്. ആ പ്രതികഥകൾ ലോകം മുഴുവൻ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കഥകൾക്കകത്ത് പ്രപഞ്ചത്തെയും നമ്മുടെ കടലിനെയും ആകാശത്തെയും ഭൂമിയെയും എല്ലാം ചേർത്ത് വെച്ച് വലിയ ദർശനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ആ മൊഴികൾ, ആ എഴുത്ത് ലോകം മുഴുവൻ വായിക്കപ്പെടട്ടെ. അത് വായിക്കുന്നതോടുകൂടി നാം കൂടുതൽ കൂടുതൽ ഉൾവെളിച്ചമുള്ള മനുഷ്യന്മാരായി ആ വായനക്കാരെല്ലാം മാറട്ടെ. ആ എഴുത്തിലൂടെ PK പാറക്കടവിൻ്റെ എഴുത്തിലൂടെയും കൂടി പുതുക്കപ്പെടുന്നതാണ് നമ്മുടെ ഈ ലോകം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഈ സംഭാഷണത്തിന് ഒപ്പം ചേർന്ന് നിന്നതിന് വലിയ സന്തോഷം.